2025 കേരള സർക്കാർ പി എം ശ്രീയിൽ ഒപ്പിട്ടതോടുകൂടിയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് PM ശ്രീയിൽ ഒപ്പിട്ടതോട് മുന്നേ തന്നെ കേരളത്തിൽ PM ഉഷ എന്നുള്ള പദ്ധതി കേരളത്തിൽ അതിതീവ്രമായ രീതിയിൽ നടപ്പാക്കി കഴിഞ്ഞിരുന്നു. PM ഉഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിലെ 4 ഇയർ കോഴ്സുകൾ അതിവിദഗ്ധമായി യൂണിവേഴ്സിറ്റികളിൽ നടപ്പാക്കി കഴിയുകയും ചെയ്തിരുന്നു. ഈ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സും അധ്യാപകരും മറ്റ് സാധനങ്ങളും മറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഡെവലപ്പ് ചെയ്യാതെ തന്നെയാണ് കേരളത്തിൽ PM ഉഷ പദ്ധതി നടപ്പാക്കി തുടങ്ങിയത്. അതിൻ്റെ തിക്തഫലമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു ഇരുട്ടിൽ തപ്പുന്ന രീതിയിലേക്ക് പോവുകയും 4 ഇയർ കോഴ്സ് ഡിഗ്രി എന്നുള്ള ഒരു സാധനം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ നടപ്പാക്കിയ ഈ കോഴ്സ് കൊണ്ട് സാധാരണ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സിറ്റുവേഷൻ ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടെത്തുകയും അവരത് മോഡിഫൈ ചെയ്തുകൊണ്ട് 4 ഇയർ ഡിഗ്രിക്ക് ശേഷം 1 ഇയർ PG കോഴ്സും കൂടെ നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഡൽഹി യൂണിവേഴ്സിറ്റി. കർണാടക ഇത് മൊത്തത്തിൽ മാറ്റിക്കൊണ്ട് അവർ പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത് ഈ NEP 2020യുടെ ഇമ്പാക്റ്റുകളാണ്. എന്തൊക്കെയായിരിക്കും സാധാരണ കുട്ടികളിൽ ഉണ്ടാക്കാൻ പോകുന്നത്, ടീച്ചേഴ്സിലുണ്ടാക്കാൻ പോകുന്നത്, പേരൻസിലുണ്ടാക്കാൻ പോകുന്നത്, ഈ സമൂഹത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വളരെ വ്യക്തമായൊരു ചർച്ചയാണ് ഇന്നിവിടെ നടത്തിയത്.